2024-25 സാമ്പത്തിക വർഷത്തെ CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കുക. കേരളത്തിലെ സർക്കാർ കോളേജുകളിലോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലോ ഡിഗ്രി അല്ലെങ്കിൽ PG അതല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് മാത്രം, വിദ്യാർത്ഥിനികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാവുന്നത്. ഇത് പെൺകുട്ടികൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മുസ്ലിം, ക്രിസ്ത്യനിലെ വിഭാഗങ്ങൾ, സിഖ്, ബുദ്ധ, ജൈന, പാസി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഇത് സ്കോളർഷിപ്പ് കൊടുക്കുക. അത് ഓരോ കമ്മ്യൂണിറ്റിയുടെയും ജനസംഖ്യയ്ക്ക് അനുസരിച്ചിട്ടാണ് കൊടുക്കുക. ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുക. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് മാത്രമാണ്. കേരളത്തിൽ പഠിക്കുന്നവരായിരിക്കണം, കേരളത്തിലെ സ്ഥിരതാമസക്കാരുമായിരിക്കണം. മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളായിരിക്കണം. അപ്പോൾ മെറിറ്റ് സീറ്റിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലോ കിട്ടിയാലും മതി. മെറിറ്റ് സീറ്റിൽ കിട്ടിയാലും അപ്ലൈ ചെയ്യാം. ഇനി ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ഇതിലേതെങ്കിലും ഒന്നിന് അപേക്ഷിക്കാം. രണ്ടും കൂടെ ചേർത്ത് അപേക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്കോളർഷിപ്പിനും അപേക്ഷിക്കാം, ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡിനും സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കാം. ഇതിലേതെങ്കിലും ഒന്നിനാണ് അപേക്ഷിക്കാൻ പറ്റുക. ഡിഗ്രി 5000 രൂപയും അതേപോലെ PG ആണെങ്കിൽ 6000 രൂപയും പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ 7000 രൂപയുമാണ് സ്കോളർഷിപ്പ് കിട്ടുക. ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ആണെങ്കിൽ 13000 രൂപയാണ് സ്കോളർഷിപ്പ് കിട്ടുക. ആദ്യ വർഷങ്ങളിൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. ഇനി യോഗ്യതാ പരീക്ഷയിൽ 50% കുറയാത്ത മാർക്ക് നേടിയിരിക്കണം. അത് മറ്റൊരു എലിജിബിലിറ്റിയാണ്. അപ്പോൾ കോളേജിൽ ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്കും ഇനി അല്ലെങ്കിൽ കോളേജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കോളേജിൻ്റെ അംഗീകാരമുള്ള സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും സ്റ്റൈഫൻഡിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയായിരിക്കണം. അതുപോലെ കുട്ടിക്ക് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പേരൻസിൻ്റേതല്ല, സ്വന്തം പേരിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപേക്ഷിക്കേണ്ടത് minority.welfare.kerala.gov.in എന്നുള്ള സൈറ്റിൽ സ്കോളർഷിപ്പ് മെനു ക്ലിക്ക് ചെയ്തിട്ട് വേണം അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 3 അതിൽ അപേക്ഷയുടെ എല്ലാ ഫീൽഡുകളും പൂരിപ്പിച്ച് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും മറ്റ് ഡോക്യുമെൻറ്റുകളുമായിട്ട് ഈ ഡേറ്റിനുള്ളിൽ 3 നിങ്ങളുടെ പ്രിൻസിപ്പളിന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ബാക്കിയായി പറയാം. ഇനി അപേക്ഷിക്കേണ്ട രീതി നോക്കാം. www.minorityWelfare.kerala.gov.in എന്നുള്ള സൈറ്റിൽ സ്കോളർഷിപ്പ് മെനു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് CHMS എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുമ്പ് മറ്റ് സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളെല്ലാം കൂടെ വെച്ച് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങളോട് എക്സാമിനേഷൻ ഡീറ്റെയിൽ ചോദിച്ചിട്ടുണ്ടാവും. അതിൽ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അവിടെ 10ാം ക്ലാസ്സിലെ രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിലും സ്കോളർഷിപ്പ് ഡീറ്റെയിൽസും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വരുന്ന ഫീൽഡുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റർ ചെയ്യുക. അതിൽ അപ്ലോഡ് ഡീറ്റെയിൽസ് ഉണ്ടാവും. എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം? നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം, ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, റേഷൻ കാർഡിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം, ഹോസ്റ്റൽ ഫീസിൻ്റെ റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യണം. ഇതൊക്കെ 100 KB താഴെയാക്കണം. ഓരോ ഡോക്യുമെൻറ്റും 100 KB താഴെയാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവൂ. അപ്പോഴേ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റൂ. ഈ പ്രിൻ്റ് ഔട്ട് എടുത്താലേ നിങ്ങൾക്ക് അടുത്ത പ്രോസസ്സ് അല്ലെങ്കിൽ ബാക്കി പ്രിൻസിപ്പലിനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രിൻ്റ് ഔട്ട് മസ്റ്റാണ്. ഇനി ഹോസ്റ്റലറാണോ എന്ന വിവരം അതിനകത്ത് മെൻഷൻ ചെയ്യണം. ആണെങ്കിൽ സ്ഥാപന മേധാവി അംഗീകരിച്ചിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യണം. ഒക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലും മെറിറ്റ് സീറ്റിലാണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതും മെറിറ്റ് ആണെങ്കിലും മെറിറ്റ് എന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം. ഇനി അപേക്ഷിച്ചതിന് ശേഷം എല്ലാ പ്രോസസ്സും ചെയ്തതിന് ശേഷം വ്യൂ എന്നുള്ള ഓപ്ഷൻ നോക്കുക. തെറ്റുകളൊന്നുമില്ല എന്ന് ഉറപ്പായാൽ പ്രിൻ്റ് കൊടുക്കുക. രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ കിട്ടിയ രജിസ്ട്രേഷൻ ഫോമും ഇനി നമ്മൾ പറയുന്ന രേഖകളും സഹിതം കുട്ടി എന്ത് ചെയ്യണം? കോളേജിൻ്റെ പ്രിൻസിപ്പലിന് സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ രേഖകളാണ്? അതിൽ 10ഓളം രേഖകളുണ്ട്. അതിൽ ഒന്നാമത്തേത് കുട്ടിയുടെ രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട്. അതായത് ഇപ്പോൾ നമ്മൾ സ്കോളർഷിപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ ആ പ്രിൻ്റ് ഔട്ടാണ് ഒരു ഡോക്യുമെൻ്റ്. പിന്നെ വേണ്ടത് SSLC, +2 അല്ലെങ്കിൽ VHSC, ബിരുദം തുടങ്ങിയവയുടെയൊക്കെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി വേണം. അലോട്ട്മെൻറ്റ് മെമ്മോ, അന്ന് നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പി വേണം.
കുട്ടിയുടെ സ്വന്തം പേരുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ കോപ്പി. ആ ഫസ്റ്റ് പേജിൽ കുട്ടിയുടെ പേരുണ്ടാവണം, അക്കൗണ്ട് നമ്പർ ഉണ്ടാവണം, ബ്രാഞ്ച് കോഡ്, ബ്രാഞ്ചിൻ്റെ അഡ്രസ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും ഉണ്ടായിരിക്കണം. ആധാർ കാർഡിൻ്റെ കോപ്പി അല്ലെങ്കിൽ NPR കാർഡിൻ്റെ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, വരുമാന സർട്ടിഫിക്കറ്റ്, ഇത് കോപ്പിയല്ല ഒറിജിനൽ വേണം, വില്ലേജിൽ നിന്നെടുത്ത വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ, ബാക്കിയെല്ലാം കോപ്പി മതി, റേഷൻ കാർഡിൻ്റെ കോപ്പി, ഹോസ്റ്റൽ വിദ്യാർത്ഥിയാണെങ്കിൽ ഹോസ്റ്റലറാണെന്ന് തെളിയിക്കുന്ന രേഖയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസിൻ്റെ രേഖയും. ഈ 10ഓളം ഡോക്യുമെൻ്റാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. എവിടെ? ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രിൻസിപ്പളിന് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻ്റാണ് ഈ പറഞ്ഞത്. ഇതിൻ്റെ ഡേറ്റുകൾ ഓർമ്മിപ്പിക്കുന്നു. കുട്ടി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 3 ഇനി ഇങ്ങനെ കിട്ടിയ പ്രിൻ്റ് ഔട്ടും മറ്റ് ഡോക്യുമെൻറ്റുകളും പ്രിൻസിപ്പളിന് സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 5 ഫെബ്രുവരി 5 ഈ പ്രിൻസിപ്പൾ ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്തി അപ്രൂവൽ കൊടുക്കേണ്ടത് ഫെബ്രുവരി 7 അത് ഡയറക്ടറേറ്റിലേക്ക് എത്തിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 10 അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 കാര്യങ്ങൾ നോക്കിയാൽ മതി. ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും ഏതൊക്കെ ഡോക്യുമെൻ്റ് വേണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞു. ഇനി ഇതുമായിട്ട് മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.